അസ്സലാമു അലൈക്കും. ഇത്താത്തയാണേ. നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പലർക്കും ഉപദേശം കൊടുക്കാറുണ്ട് അല്ലേ. റബ്ബിൻ്റെ പരീക്ഷണമാണ്, ക്ഷമ കൈകൊള്ളുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതൊരവസ്ഥയിലും മറ്റുള്ളവർക്ക് നമ്മൾ ഉപദേശം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ സമാധാനിപ്പിക്കാറുണ്ട് അല്ലേ. ആ സമാധാനവും ആ ഉപദേശവും നമ്മുടെ ജീവിതത്തിൽ റബ്ബിൻ്റെ ഒരു പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാവുന്നുണ്ടോ എന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഇത് തെറ്റായിട്ട് പറഞ്ഞതല്ല, നമ്മൾ ഓരോ മനുഷ്യരിലും, ഈ എന്നിൽ പോലും ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ മകനൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് കരുതി. അവന് ജിടെക്, പെരിന്തൽമണ്ണ ജിടെക്കിൽ പഠിത്തം കഴിഞ്ഞ ഒരു 2 മാസം കഴിഞ്ഞതും ജോലി ലഭിച്ചപ്പോൾ ട്യൂട്ടറായിട്ട് അവിടെ പോയി. അവൻ അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോമ്പിൻ്റെ ആ ഒരു സമയമായപ്പോൾ ഹോസ്റ്റലിലെ ഫുഡും അല്ലെങ്കിൽ പുറത്ത് ഹോട്ടലിലെ ഭക്ഷണമൊന്നും ശരിയാവാതെ വീട്ടിലേക്ക് വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് ഒരു 2 മാസത്തോളം. അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു ആക്സിഡൻറ്റ്. ഒരു ദിവസം രാവിലെ ഒരു ഫോൺ കോൾ വരികയാണ്. ഞാൻ അന്നേ ദിവസം അവനോട് പോവണ്ട എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ മനസ്സിലേക്ക് ചില സമയത്ത് നമുക്ക് ചിലത് തോന്നാറുണ്ടല്ലേ, എങ്ങനെ പിന്നെ ഇന്നത് ചെയ്യണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവൻ 2 ദിവസം മുൻപ് ലീവ് എടുത്തതാണ്. കാരണം ഒരു കല്യാണം ഇതൊക്കെ ആയിട്ട്, നമ്മൾ കുടുംബത്തിലെ കല്യാണമായിട്ട് ലീവ് എടുത്തിരുന്നു. ഉമ്മ ഇന്ന് പോയില്ലെങ്കിൽ കുട്ടികളെ 2 ദിവസമായിട്ട് ലീവാണ്, അപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ പോയ സമയത്ത് രാവിലെ ഒരു 8:30 ആകുമ്പോൾ ഒരു ഫോൺ വന്നു കേട്ടോ. മകന് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ മകനൊന്ന് ഫോണ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് ഫോണിന് കുഴപ്പമില്ല മാന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി, അൽഹംദുലില്ലാ. പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. അൽഹംദുലില്ലാ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ എല്ലിൽ ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ആ വന്ന ആളുകൾ പറഞ്ഞു, ഈ ഒരു സ്ഥലത്ത് വെച്ച് അപകടം നടക്കുന്ന, പാലക്കാട് കോങ്ങാട് ഏതൊരു സ്ഥലം, പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അപകടം നടന്നിട്ട് ഒന്നില്ലെങ്കിൽ മരണപ്പെടുക അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുക ചെയ്യുക. ഇങ്ങനെ ഒരു നേരിയ അപകടമായിട്ട് രക്ഷപ്പെടുന്നത് വളരെ വളരെ കുറവാണ്. ദേവീ കടാക്ഷമുണ്ട്. എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളാണ് അവിടെ എത്തിച്ചത് കേട്ടോ. അപ്പോൾ ദേവീ കടാക്ഷമുണ്ട് എന്ന് പറഞ്ഞു. ആ ദേവീ കടാക്ഷം അവർ പറയുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ കാവലുണ്ട് എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ റബ്ബിൻ്റെ കാവലും കാരുണ്യവും ഒക്കെ റബ്ബ് ആ സമയത്ത് എനിക്ക് നൽകിയതിൽ ഞാൻ അൽഹംദുലില്ലാ. ഒച്ചടാനോ കരയാനോ അല്ലെങ്കിൽ റബ്ബിൻ്റെ പരീക്ഷണത്തിനെ കുറ്റപ്പെടുത്താനോ ഒന്നിനും നിന്നില്ല. അത് ഏതൊരവസ്ഥയിലും എന്തൊരു പരീക്ഷണം റബ്ബിൽ നിന്നുണ്ടായാലും ഇത് എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യത്തോട്